ഹലോ, വെൽക്കം ടു ടെക്കി ഷെഫ്. എഗ് പപ്സും ലൈമും പോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും നൊസ്റ്റുമായിട്ട് ഐറ്റമായിരിക്കും നമ്മുടെ മീറ്റ് റോളും ലൈമും അല്ലേ. ഇന്ന് ഈ മീറ്റ് റോളും നമുക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കിയാലോ, നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു അര ഗ്ലാസ് ചെറു ചൂടുള്ള പാലെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ നമ്മുടെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഈസ്റ്റൊക്കെ മുകളിൽ വന്നിരിക്കുന്നത് ഒന്ന് ആ പാലിലേക്ക് ലയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള പാലായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മിക്സ് ആവും, നമുക്ക് വലിയ പണിയില്ല. എന്നിട്ട് ഈ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതേപോലെ നല്ല പുളിച്ച് പൊങ്ങി വരും ആ പാല്. ഇനി ഇതിലേക്ക് വേണം നമുക്ക് നമ്മുടെ മാവ് ആഡ് ചെയ്യാൻ. ഇതിലേക്ക് ഞാനിപ്പം 1 കപ്പ് മൈദാ മാവ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, നമ്മുടെ മാവിന് ആവശ്യമായ ഉപ്പ്, ഇത് രണ്ടും മാത്രമേ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാണ്ട് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. ഒത്തിരി തിക്കാവരുത്, കുറച്ചുകൂടി ലൂസായിട്ട് കുഴയ്ക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊരു 1 അവർ ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ആസ് യൂഷ്വൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് നല്ല വേവായിട്ട് വരുമ്പം ജസ്റ്റ് എടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ക്രഷ് ചെയ്തേക്കുന്നത് മിക്സിയിലിട്ടാണേ. നെക്സ്റ്റ് ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള വഴണ്ടി വരാൻ എളുപ്പ വഴിയാണല്ലോ ഉപ്പിടുക എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ പച്ചമുളകും ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതോടെ ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഉള്ളിയൊക്കെ വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മുടെ മസാലകളിടാം. കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഒരുപാട് എരിവൊന്നും ആഡ് ചെയ്യാറുന്നില്ല, അതുകൊണ്ട് തന്നെ ചിക്കൻ മസാല മാത്രമേ ഞാൻ ഇവിടെ മസാലയായിട്ട് ആഡ് ചെയ്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, കുറച്ച് മണം കിട്ടട്ടെ എന്നും പറഞ്ഞാണ് നമ്മൾ ആഡ് ചെയ്തത്. അത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമ്മൾ നേരത്തെ ഓൾറെഡി കുഴച്ച് വെച്ചിരുന്ന മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി കൊടുക്കാം. ഇതേപോലെ മാവ് സൈഡിലെല്ലാം ഒട്ടിയിരിക്കും കേട്ടോ. അത് മാറ്റാനായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ മൈദയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കാനുള്ളൊരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് കുറച്ച് മാവ് തൂക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ റോൾ ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയാണ്, എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ റോൾ ചെയ്യുന്നത്. ഞാൻ റോൾ ചെയ്ത് നല്ലൊരു സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കൊരു കത്തി വെച്ച് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എത്ര റോളാണോ വേണ്ടത് അത്രയും റൗണ്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 പീസായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ബൗളാക്കി മാറ്റാം. ഇനി ഓരോ ബോളും നമ്മുടെ ചപ്പാത്തി പരകയിൽ വെച്ച് സാധാ ചപ്പാത്തി പരത്തണ പോലെ അത്രയും വലിപ്പം വേണ്ട, എങ്കിലും ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത്ര തിന്നായിട്ടൊന്നും പരത്തണ്ട, അതേ റൗണ്ട് ഷേപ്പ് നമുക്ക് ആവശ്യമില്ല. റൗണ്ടായിട്ട് വന്നാൽ നമുക്ക് റോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും നമുക്ക് റോൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ട് വേണം റോൾ ചെയ്യാൻ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ റോളിൽ ഏറ്റവും കൂടുതലും കാണപ്പെടുന്ന സവോളയും പച്ചമുളകും ഒക്കെയാണ്. അതിൻ്റെ ഒരു കടന്നുകയറ്റം കാരണം നമ്മുടെ ചിക്കനെ മഷി ഇട്ട് നോക്കിയാൽ പോലും അതിൽ കിട്ടില്ല. അതേസമയം നമ്മളുണ്ടാക്കിയ റോളിൽ കൂടുതലും ഞാൻ ചിക്കൻ തന്നെ ആഡ് ചെയ്തേക്കുന്നത്.
അപ്പോൾ നമുക്കിതാ ഇതേപോലെ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് റോൾ ചെയ്യാം. ഇതാകുമ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ അതേപോലെ സേഫായിട്ട് ഇരുന്നോളും കേട്ടോ. 2 സൈഡ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് റോൾ ചെയ്യുമ്പോൾ, ഇനി റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡ് നമുക്ക് ജസ്റ്റ് ഒരു മൈദാമാവ് കലക്കിയ ഒരു ബാറ്ററാണ് അത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ റോള് ജസ്റ്റ് മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഡോവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് കോട്ട് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയി നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്സ് അത് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം കോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നല്ല ചൂടെണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അത് ഫ്രൈ ആയി പോകും. നമ്മുടെ ഉള്ളിലുള്ള മാവ് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചെറിയ റോൾസായിട്ടാട്ടോ ഇട്ടത്, പക്ഷേ അത് വെന്ത് വരുന്തോറും നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊന്തി വരുന്നുണ്ട്. നമ്മുടെ ബ്രെഡും ബന്നൊക്കെ പോലെ തന്നെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ശരിക്കും ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ ചെന്ന് 25-30 രൂപയൊക്കെ മുടക്കി ഒരെണ്ണം വാങ്ങുന്നിടത്ത് നമുക്കൊരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ മുടക്കിയാൽ ഒരു 20 പീസൊക്കെ നമുക്ക് 20 അല്ല 30 പീസോളം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ കറക്റ്റ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരാം. ഇത് നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റോള് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ ഉള്ളിലെ ഫില്ലിങ്ങും ആ മാവും ഒക്കെ അടിപൊളിയായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ 2 കൂട്ടുകാരുണ്ട് കേട്ടോ. നമ്മുടെ നെയ്ബേഴ്സായ ലച്ചു ഉണ്ട്, റൊണാലിക്കുട്ടിയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചെറിയ പീസായിട്ട് റോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.